തുടരുക. MC നാസർ കൂടിയുണ്ട്. നാസർ, അമേരിക്കയുടെ ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ്? ഒരു മുന്നറിയിപ്പ് നൽകിയിടത്തുനിന്ന് ഒരു സമവായ നീക്കത്തിലേക്ക് കടക്കുകയാണോ? ഇറാൻ ചർച്ചയ്ക്ക് സമീപിച്ചെന്നൊക്കെ പറയുന്നത് അത് ഇറാനുമേൽ ചെലുത്തുന്ന ഒരു സമ്മർദ്ദ നീക്കമായി കൂടി വിലയിരുത്തണോ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തികച്ചും പ്രവചനാതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ എല്ലാ പ്രതികരണങ്ങളും അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടായിരിക്കും തുടർന്ന് അദ്ദേഹം നടത്തി. ഇന്നലെ രാത്രി ഏറ്റവും അവസാനം അദ്ദേഹം ഇറാന് നൽകിയ മുന്നറിയിപ്പ് നിരുപാധികമായിട്ടുള്ള ഒരു കീഴടങ്ങൽ, ഇതല്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല, തങ്ങളുടെ എല്ലാവിധ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നശിപ്പിക്കും എന്ന പരോക്ഷമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ഇന്നലെ നൽകി. ഇന്നിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമായിട്ടുണ്ട്, ഇറാൻ തന്നെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് ഇറാൻ പോലും നിഷേധിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനേയി ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന വളരെ കൃത്യമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും അടിച്ചേൽപ്പിക്കുന്ന സമാധാനവും ഇത് ായിട്ട് ഒത്തുപോകാൻ തങ്ങൾക്ക് സാധ്യമല്ല, തങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നുമില്ല. മറ്റൊന്നുള്ളത്, ഈ ഇറാന്റെ പാരമ്പര്യം, ചരിത്ര പാരമ്പര്യം അത് ബോധ്യപ്പെടാത്തവരാണ് ഈ അർത്ഥത്തിലുള്ള ഭീഷണികളിലൂടെ ഒരു രാജ്യത്തെ അമർച്ച ചെയ്യാമെന്ന് അല്ലെങ്കിൽ അവരെ വിധേയപ്പെടുത്താമെന്ന് കരുതുന്നത്. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ഒരു ജനത എന്നതിലേക്ക് തങ്ങൾ അവസാനം വരെയും തങ്ങളുടെ ഈ അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടരും. ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ നടന്നിരിക്കുകയാണ്. ആനുപാതികമായി തന്നെ അതിനോട് തിരിച്ചടിക്കാൻ അന്തർദേശീയ ചട്ടങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ തങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ശത്രു ചെയ്യുന്നത് സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമല്ല, സിവിലിയൻ കേന്ദ്രങ്ങളിൽ, ഊർജ്ജ കേന്ദ്രങ്ങളിലൊക്കെയും ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് തന്നെയാണ് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ, തെഹ്റാനിലും കുമ്മിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട്, സ്ഫോടനങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സയണിസ്റ്റ് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അവർക്ക് ഇനി വേണ്ടത് അമേരിക്ക കൂടി രംഗത്ത് വരണമാണ്. അതിനുള്ള സമ്മർദ്ദമാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി തന്നെ UAE അപലപിച്ചു. കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം കൂടിയാണ് ഇറാനും UAEയും. അപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യ ആവട്ടെ, ഖത്തർ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഒമാൻ ആകട്ടെ, ഈ രാജ്യങ്ങളൊക്കെയും വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു ആയുധവും ഇറാന് നേരെ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചതോടു കൂടിയാണ് അമേരിക്ക ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു ധർമ്മസങ്കടത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെയും അമേരിക്കൻ ഭരണകൂടത്തെയും എത്തിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് എന്ന് പറയുന്നു. ഈ വാരാന്ത്യത്തോടെ അത് സംഭവിച്ചിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായിരിക്കും അത്? അതൊരു സീസ് ഫയർ ആയിരിക്കുമോ? ദിവ്യ, ഒന്നും ഈ ഘട്ടത്തിൽ പ്രവചിക്കുക എളുപ്പമല്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ ആക്രമണം പല തലങ്ങളിലേക്ക് വ്യാപിക്കും. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകളും സൈനിക പോർവിമാനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ സ്ഫോടക വസ്തുക്കളുടെ സംവിധാനവും ഈ മേഖലയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക പിന്നെ അത് തകർക്കുമോ അല്ലെങ്കിൽ അതായിരിക്കുമോ പദ്ധതി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അമേരിക്കൻ സമൂഹത്തിനുള്ളിൽ, അമേരിക്കയിലെ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് നേതൃത്വത്തിനിടയിൽ തന്നെ ട്രംപിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണമുണ്ട്. US കോൺഗ്രസ് ആണ് ഒരു യുദ്ധം നടത്തണമെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. ഏകപക്ഷീയമായിട്ട് പ്രസിഡന്റിന് അധികാരമില്ല എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ പോലും ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ അമേരിക്കയെയും ഇറാനെയും ഒരുമിച്ച് നിർത്തി 5 വട്ടം വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ച ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഒരുപക്ഷെ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ പരമാധികാര രാജ്യത്തിന് നേരെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരമായി ഇപ്പോൾ ഇറാനുമായിട്ടും അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടും സമ്പർക്കം പുലർത്തി വരുന്നുണ്ട്. മധ്യസ്ഥ വഹിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ശക്തമായിട്ടുള്ള ആ പ്രതികരണം ഈ രണ്ട് രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ തങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ മധ്യസ്ഥ നീക്കങ്ങളാണ് ഈ
ഈ ഘട്ടത്തിൽ വേണ്ടത്. നയതന്ത്ര പ്രശ്നപരിഹാരമാണ് വേണ്ടത്. ഇതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മേഖലയെ മാത്രമല്ല ലോകത്തിന്റെ സമ്പദ്ഘടനയെയും ലോകത്തിന്റെ പൊതുസുരക്ഷയെയും അത് ബാധിക്കുമെന്ന് കൃത്യമായി തന്നെ ചൈനയും റഷ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷെ ഒരു പ്രതിസന്ധി തീർക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട്. കാരണം അടുത്തൊരാഴ്ചക്ക് കൂടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ തങ്ങളുടെ പക്കൽ ഉള്ളത്. അമേരിക്കയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരാഴ്ചക്കകം ഈ പ്രതിരോധ സംവിധാനങ്ങൾ തീരുന്നതിന് മുമ്പ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകാൻ കൂടുതൽ തങ്ങളുടേതായിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ ഒരുക്കാനാണോ അമേരിക്ക ആഗ്രഹിക്കുന്നത്? അതല്ല ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനെ ഒരു വ്യവസ്ഥയിലേക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണോ അമേരിക്ക തുനിയുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വളരെ സജീവമായി തന്നെ ഈ രണ്ട് കൂട്ടർക്കുമിടയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒഴിച്ചുപോക്കാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും തിരക്കിട്ട നീക്കങ്ങൾ തുടരുന്നു. അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കരമാർഗമാണ് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ആക്രമണം വ്യാപിക്കുന്ന സാഹചര്യം എന്നാൽ ഒഴിപ്പിക്കൽ പ്രക്രിയ